Welcome to VBY ITI online classroom. ITI second year വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന സബ്ജക്റ്റാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഹബീബ് റഹ്മാൻ, ഇൻസ്ട്രക്ടർ, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ്. Strain. When an external force acting on a material, there is a change in its dimension and shape. The deformation is called strain. Thus, strain is the ratio between the change in dimension of a material to its original dimension. It has no unit. It is represented by epsilon. Strain is equal to change in dimension delta L divided by original dimension L. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമെൻഷനിലും ഷേപ്പിലും മാറ്റം വരുന്നു, അല്ലെങ്കിൽ ഡയമെൻഷനും ഷേപ്പും മാറുന്നു. ഈ ഡീഫോർമേഷനെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഈ രൂപമാറ്റത്തെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. Strain is the ratio between the change in dimension of a material to its original dimension എന്നാണ് പറയുന്നത്. എന്താണ് സ്ട്രെയിൻ? Strain is the ratio between the change in dimension of a material to its original dimension. സ്ട്രെയിൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രെയിൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എപ്സിലോൺ എന്നുള്ള ഈ ലെറ്റർ കൊണ്ടാണ് ഈ സ്ട്രെയിന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്ട്രെയിന് യൂണിറ്റ് ഇല്ല. സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ്. സ്ട്രെയിന് യൂണിറ്റ് ഇല്ല. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എപ്സിലോൺ. Linear or longitudinal strain. It is the ratio between the change in length of the material to its original length. ലെങ്ത്തിലുണ്ടായിരിക്കുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്ത്, ഇതാണ് ലീനിയർ സ്ട്രെയിൻ. അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ എന്നാൽ ചേഞ്ച് ഇൻ ലെങ്ത്തും ഒറിജിനൽ ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ, അതിനാണ് ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. നേരത്തെ ലെങ്ത്തിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചും അതിൻ്റെ ഒറിജിനൽ ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ ആയിരുന്നു. ഇപ്പോൾ ഏരിയയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചും അതിൻ്റെ ഒറിജിനൽ ഏരിയയും തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ പറയുന്നത് ലാറ്ററൽ സ്ട്രെയിൻ എന്ന്. ലാറ്ററൽ സ്ട്രെയിൻ, ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് മെറ്റീരിയൽ ടു ഇറ്റ്സ് ഒറിജിനൽ ഏരിയ. എന്താകുന്നു ലാറ്ററൽ സ്ട്രെയിന്? ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അത് റേഷ്യോ ആകുന്നു എന്തിൻ്റെ? റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് മെറ്റീരിയൽ ടു ഇറ്റ്സ് ഒറിജിനൽ ഏരിയ. ലാറ്ററൽ സ്ട്രെയിൻ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി മെറ്റീരിയൽ ടു ഇറ്റ്സ് ഒറിജിനൽ ഏരിയ. ചേഞ്ച് ഇൻ ഏരിയയും ഒറിജിനൽ ഏരിയയും തമ്മിലുള്ള റേഷ്യോ ആണ് ലാറ്ററൽ സ്ട്രെയിൻ. Lateral strain is equal to change in area divided by original area. Next is volumetric strain. Volumetric strain, it is the ratio between change in volume of the material to its original volume. Change in volume original volume തമ്മിലുള്ള റേഷ്യോ ആണ് volumetric strain. Volumetric strain is equal to change in volume divided by original volume. Poisson's ratio. It is a ratio between lateral strain and linear strain. Lateral strainum linear strainum തമ്മിലുള്ള റേഷ്യോ ആണ് Poisson's ratio.
Poisson's ratio is equal to lateral strain divided by linear strain. That is equal to 1 by m. 1 by m ഉപയോഗിച്ചാണ് Poisson's ratio denote ചെയ്യുന്നത്. Next one problem. Calculate the tensile strain when a force of 3.2 kN is applied to a bar of original length of 280 cm extends the bar by 0.5 mm. 280 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ബാറിലേക്ക് 3.2 കിലോ ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ നീളം 0.5 mm എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബാറിൻ്റെ ടെൻസൈൽ സ്ട്രെയിൻ കണ്ടുപിടിക്കുക. ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട് 3.2 കിലോ ന്യൂട്ടൺ. ഒറിജിനൽ ലെങ്ത് L 280 സെൻറ്റിമീറ്റർ 280 സെൻറ്റിമീറ്റർ. ഇൻക്രീസ്ഡ് ലെങ്ത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവ് അത് 0.5 mm അഥവാ 0.05 സെൻറ്റിമീറ്റർ. Force is equal to 3.2 kilonewton. Original length 280 centimeter. Increased length 0.5 millimeter is equal to 0.05 centimeter. Tensile strain is equal to increased length divided by original length is equal to 0.05 divided by 280. That is equal to 0.0001786. Elastic limit. Elastic limit is defined as the maximum stress that a material can withstand before the permanent deformation. It is the highest limit of the material before the plastic deformation can occur. സ്ഥിരമായ ഒരു രൂപമാറ്റം സംഭവിക്കുന്നതിന് മുമ്പ് ഒരു വസ്തുവിന് താങ്ങാൻ കഴിയുന്ന അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം സ്ട്രെസ്സിനെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. സ്ഥിരമായ ഒരു രൂപമാറ്റം സംഭവിക്കുന്നതിന് മുമ്പ് ഒരു വസ്തുവിന് താങ്ങാൻ പറ്റാവുന്ന മാക്സിമം സ്ട്രെസ് അതിനെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് ഡിഫോർമേഷന് മുമ്പുള്ള ഹയസ്റ്റ് ലിമിറ്റ് ആണ് ഇലാസ്റ്റിക് ലിമിറ്റ്. പ്ലാസ്റ്റിക് ഡിഫോർമേഷന് മുമ്പുള്ള ഹയസ്റ്റ് ലിമിറ്റ് ആണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു റബ്ബർ ബാൻഡിൻ്റെ രണ്ടറ്റവും വലിച്ച് നീട്ടുമ്പോൾ അതിൻ്റെ ലെങ്ത് കൂടുന്നു. ആ ബലം പിൻവലിക്കുമ്പോൾ റബ്ബർ ബാൻഡിന് അതിൻ്റെ ഒറിജിനൽ രൂപം തിരിച്ചു കിട്ടുന്നു. ഇനി നമ്മൾ കൊടുക്കുന്ന ബലം ഒരു പരിധിയിൽ അധികമായാലോ റബ്ബർ ബാൻഡ് വല്ലാതെ അങ്ങ് നീണ്ടു പോകുന്നു. കൊടുത്ത ബലം പിൻവലിച്ചാൽ പോലും അതിന് അതിൻ്റെ ഒറിജിനൽ രൂപം കിട്ടുന്നില്ല. സ്ഥിരമായ ഒരു രൂപമാറ്റം സംഭവിക്കാതെ ഒരു വസ്തുവിൽ അപ്ലൈ ചെയ്യാൻ കഴിയാവുന്ന മാക്സിമം സ്ട്രെസ്സിനെയാണ് അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. സ്ഥിരമായ ഒരു രൂപമാറ്റം സംഭവിക്കാതെ ഒരു വസ്തുവിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന മാക്സിമം സ്ട്രെസ്സിനെയാണ് അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് ലിമിറ്റിന് അപ്പുറത്തേക്ക് ഫോഴ്സ് കൊടുത്താൽ, ആ പരിധിക്ക് അപ്പുറത്തേക്ക് കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ വസ്തുവിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി തന്നെ എന്നേക്കുമായി നഷ്ടപ്പെടുന്നു. Yield point. Yield point is the point
where elastic behavior of a material ends and the plastic behavior begins. The yield point of a material is the point at which there is a marked increase in elongation without increase in load. ഒരു വസ്തുവിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ അവസാനിക്കുന്ന അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ അവസാനിക്കുകയും പ്ലാസ്റ്റിക് ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ പോയിൻ്റ് അതിനെയാണ് yielded പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഇലാസ്റ്റിക് ബിഹേവിയർ അവസാനിക്കുകയും പ്ലാസ്റ്റിക് സ്വഭാവം ആരംഭിക്കുകയും ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് yielded പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വസ്തുവിന് കൊടുക്കുന്ന എക്സ്റ്റേണൽ ലോഡിൽ കാര്യമായ വർധനവ് ഒന്നും തന്നെ ഇല്ലാതെ ഒരു പോയിന്റിൽ വെച്ച് അതിൻ്റെ നീളത്തിൽ കാര്യമായ ഒരു വർധനവ് ഉണ്ടാവുന്നു. ആ പോയിന്റിനെയാണ് നമ്മൾ yield പോയിന്റ് എന്ന് പറയുന്നത്. യങ്സ് മോഡുലസ്, the ratio of stress to strain within elastic limit. The ratio of stress to strain within elastic limit is known as Young's modulus or modulus of elasticity. This is expressed by a symbol E. The unit of Young's modulus is same that of stress. Young's modulus E is equal to stress divided by strain. ഇലാസ്റ്റിക് പരിധിയിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോയെ ആണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് പരിധിയിലുള്ള അഥവാ ഇലാസ്റ്റിക് ലിമിറ്റിനകത്തുള്ള സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ആണ് യങ്സ് മോഡുലസ് എന്ന് അറിയപ്പെടുന്നത്. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ഇ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. ഇതിന് യങ്സ് മോഡുലസിന് സ്ട്രെസ്സിൻ്റെ തന്നെ യൂണിറ്റാണ്. സ്ട്രെസ്സിൻ്റെ യൂണിറ്റാണ് യങ്സ് മോഡുലസിനും. യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഹൂക്സ് ലോ. Robert Hooke discovered a relationship between stress and strain. According to Hooke's law, stress is proportional to strain within elastic limit. റോബർട്ട് ഹൂക്ക് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടെത്തി. ഇതനുസരിച്ച് ഇലാസ്റ്റിക് പരിധിയിലുള്ള സ്ട്രെസ്സ് സ്ട്രെയിനിന് പ്രൊപ്പോർഷണലാണ്. അതായത് സ്ട്രെസ്സ് കൂടിയാൽ സ്ട്രെയിനും കൂടും, സ്ട്രെസ്സ് കുറഞ്ഞാൽ സ്ട്രെയിനും കുറയും. അതുകൊണ്ട് സ്ട്രെസ്സ് സ്ട്രെയിനിന് പ്രൊപ്പോർഷണലാണ് എന്ന് ഹൂക്സ് ലോ പറയുന്നു. Modulus of rigidity. The ratio of shear stress to shear strain is known as modulus of rigidity. It is represented by symbol N. Modulus of rigidity N is equal to shear stress divided by shear strain. ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോയെ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നു. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി എൻ ഇസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. ബൾക്ക് മോഡുലസ്. When a body is subjected to three mutually perpendicular forces of the same intensity, the ratio of volumetric stress
to the volumetric strain is known as bulk modulus. It is usually represented by the letter K. Bulk modulus K is equal to volumetric stress divided by volumetric strain. ഒരു വസ്തുവിൽ പരസ്പരം ലംബമായിട്ടുള്ള തുല്യ അളവിലുള്ള 3 ഫോഴ്സുകൾ പ്രയോഗിക്കുമ്പോൾ ഒരു വസ്തുവിലേക്ക് പരസ്പരം ലംബമായിട്ടുള്ള അഥവാ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സുകൾ, ബലങ്ങൾ, തുല്യ അളവിലുള്ള ഫോഴ്സുകൾ അവ പ്രയോഗിക്കുമ്പോൾ അപ്പോൾ ഉണ്ടാവുന്ന വോളിയോമെട്രിക് സ്ട്രെസ്സും വോളിയോമെട്രിക് സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ആണ് ബൾക്ക് മോഡുലസ്. എന്താണ്? ഒരു വസ്തുവിലേക്ക് പരസ്പരം ലംബമായിട്ടുള്ള മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള തുല്യ അളവിലുള്ള 3 ഫോഴ്സുകൾ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന വോളിയോമെട്രിക് സ്ട്രെസ്സും വോളിയോമെട്രിക് സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ആണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സാധാരണയായിട്ട് കെ എന്ന ലെറ്റർ കൊണ്ടാണ്. ബൾക്ക് മോഡുലസ് കെ ഈസ് ഈക്വൽ ടു വോളിയോമെട്രിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 3 മോഡുലൈ ഫോർ എ ഗിവൺ മെറ്റീരിയൽ. 3 മോഡുലസുകൾ, യങ്സ് മോഡുലസും മോഡുലസ് ഓഫ് റിജിഡിറ്റിയും ബൾക്ക് മോഡുലസും, ഇവ തമ്മിലുള്ള ഒരു റിലേഷൻ അതാണ് ഇനി പറയുന്നത്. The relationship between 3 moduli for a given material is as follows. E is equal to 2n into 1 plus 1 by m is equal to 3k into 1 minus 2 by m. ഇവിടെ E is equal to Young's modulus of elasticity. N is equal to modulus of rigidity and K is equal to bulk modulus. And Poisson's ratio is given 1 by m. Ultimate stress. The minimum load at which a material develops failure is called as ultimate load or breaking load. The stress produced in a material at ultimate load is called as ultimate stress or breaking stress. Ultimate stress is equal to ultimate load divided by area of original cross section. ഒരു വസ്തു ബ്രേക്ക് ആവാൻ അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ വേണ്ടി കൊടുക്കേണ്ട ഏറ്റവും കുറഞ്ഞ എക്സ്റ്റേണൽ ലോഡ്, അതിനെയാണ് അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ലോഡ് കൊടുക്കുമ്പോൾ ആ വസ്തു ബ്രേക്ക് ആവാൻ വേണ്ടി കൊടുക്കേണ്ട ഏറ്റവും കുറഞ്ഞ, അല്ലെങ്കിൽ ആ വസ്തു ബ്രേക്ക് ആവാൻ, പൊട്ടാൻ അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ലോഡിനെയാണ് അൾട്ടിമേറ്റ് ലോഡ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ലോഡ് എന്ന് പറയുന്നത്. ഇനി അൾട്ടിമേറ്റ് ലോഡിൽ ഉണ്ടാവുന്ന, അൾട്ടിമേറ്റ് ലോഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സിനെ, അൾട്ടിമേറ്റ് ലോഡിൽ വസ്തുവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സിനെ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നു. അൾട്ടിമേറ്റ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഒറിജിനൽ ക്രോസ് സെക്ഷൻ. Working stress. The load which is considered safe for the machine element is known as safe load or working load, and the corresponding stress at this load is called
as safe stress or working stress. മെഷീൻ എലിമെൻറ്റിന് കൊടുക്കാവുന്ന സുരക്ഷിതമായ ലോഡ്, മെഷീൻ എലിമെൻറ്റുകൾക്ക് കൊടുക്കാവുന്ന സുരക്ഷിതമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ലോഡ്, അതിനെയാണ് വർക്കിംഗ് ലോഡ് എന്നോ സേഫ് ലോഡ് എന്നോ പറയുന്നത്. ആൻഡ് ദ കറസ്പോണ്ടിങ് സ്ട്രെസ് അറ്റ് ദിസ് ലോഡ്, ഈ ലോഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഈ ലോഡ് ഉള്ളപ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ് സേഫ് സ്ട്രെസ് എന്നോ അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രെസ് എന്നോ പറയുന്നത്. ഇനി സേഫ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു സേഫ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഒറിജിനൽ ക്രോസ് സെക്ഷൻ. Factor of safety. The ratio of ultimate stress to working stress or safe stress is known as factor of safety. The ratio of ultimate load to the safe load may also be termed as factor of safety. It has no unit, hence it is expressed in number. Factor of safety is equal to ultimate stress divided by working stress, or factor of safety is equal to ultimate load divided by safe load. അൾട്ടിമേറ്റ് സ്ട്രെസ്സും വർക്കിംഗ് സ്ട്രെസ്സും തമ്മിലുള്ള റേഷ്യോയെ ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡും സേഫ് ലോഡും തമ്മിലുള്ള റേഷ്യോയെയും ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നു. അൾട്ടിമേറ്റ് ലോഡും സേഫ് ലോഡും തമ്മിലുള്ള റേഷ്യോയെയും ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നു. A standard steel bar of 30 mm square cross section is subjected to tensile stress. If the factor of safety is 4 and ultimate stress is 370 Newton per millimeter square, determine the load to which the bar is subjected. ചിത്രത്തിൽ ഒരു സ്റ്റീൽ ബാർ 30 മില്ലിമീറ്റർ, ഒരു വശത്തിന് 30 മില്ലിമീറ്റർ ഉള്ള ക്രോസ് സെക്ഷനുള്ള ഒരു സ്റ്റീൽ ബാർ കാണുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ. ഇതിൻ്റെ ഒരു വശത്തിന് സ്ക്വയർ ക്രോസ് സെക്ഷനാണ്. 4 വശവും ഒരേ നീളമാണ്. ഒരു വശത്തിന് 30 മില്ലിമീറ്ററാണ് നീളം. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്റ്റീൽ ബാർ 30 മില്ലിമീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷൻ, 30 മില്ലിമീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് സ്റ്റീൽ ബാർ ഈ സബ്ജക്റ്റഡ് ടു ടെൻസൈൽ സ്ട്രെസ്, അത് ടെൻസൈൽ സ്ട്രെസ്സിന് വിധേയമാക്കപ്പെടുന്നു. ഇഫ് ദി ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് 4, ഇതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി 4 ആണെങ്കിൽ, ആൻഡ് അൾട്ടിമേറ്റ് സ്ട്രെസ് ഈസ് 370 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ, അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ് 370 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ, ഡിറ്റർമൈൻ ദ ലോഡ് ടു വിച്ച് ദ ബാർ ഈസ് സബ്ജക്റ്റഡ്, ഇവിടെ കൊടുക്കുന്ന ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. നമുക്കറിയാം അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. അത് 4 ആണെന്ന് തന്നിട്ടുണ്ട്. വർക്കിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു 370 divided by 4 Newton per millimeter square. അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് 4 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് വർക്കിംഗ് സ്ട്രെസ് ആണ്. വർക്കിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അതായത് അൾട്ടിമേറ്റ് സ്ട്രെസ് 370, ഫാക്ടർ ഓഫ് സേഫ്റ്റി 4. അൾട്ടിമേറ്റ് സ്ട്രെസ് 370, ഫാക്ടർ ഓഫ് സേഫ്റ്റി 4. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ്, അതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഈക്വൽ 4 എന്ന് നേരത്തെ കണ്ടു. അപ്പോൾ നമുക്കിവിടെ കണ്ടെത്തേണ്ടത് വർക്കിംഗ് സ്ട്രെസ് ആണ്. അപ്പോൾ വർക്കിംഗ് സ്ട്രെസ് ഇങ്ങനെ കാണാം.
വർക്കിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അൾട്ടിമേറ്റ് സ്ട്രെസ് 370 ഫാക്ടർ ഓഫ് സേഫ്റ്റി 4. അപ്പോൾ 370 ഡിവൈഡഡ് ബൈ 4 4. ഇതാണ് നമുക്ക് കിട്ടുക. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഈക്വൽ ടു 900 mm². ഇത് നമുക്ക് എങ്ങനെ കിട്ടി? നമുക്കറിയാം ക്രോസ് സെക്ഷൻ്റെ ഒരു സൈഡ് 30 mm ആണ്. അത് സ്ക്വയറാണ്. എല്ലാ വശവും അല്ലെങ്കിൽ 4 വശവും ഒരേ അളവാണ്. അതുകൊണ്ട് അവിടെയുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ 30 × 30 അത് 900 mm² ആകുന്നു അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. സോ ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് ഈക്വൽ ടു 900 mm². ഇനി ലോഡ് ഈസ് ഈക്വൽ ടു, നമുക്ക് ലോഡ് കണ്ടെത്തണം. ലോഡ് ഈസ് ഈക്വൽ ടു വർക്കിംഗ് ടെൻസൈൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഇങ്ങനെയാണ് ലോഡ് കണ്ടെത്തുക. വർക്കിംഗ് ടെൻസൈൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ. നമുക്ക് ഏരിയ വർക്കിംഗ് ടെൻസൈൽ സ്ട്രെസ് നമുക്ക് അറിയാം 370/4 അല്ലേ? 370/4 വർക്കിംഗ് സ്ട്രെസ്. ഏരിയ 900. അപ്പോൾ 370/4 × 900 mm². നമുക്ക് 83,250 ന്യൂട്ടൺ എന്ന് ഉത്തരം കിട്ടുന്നു.